നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രാജവാഴ്ചയെ തൂത്തെറിഞ്ഞ് മതവും രാഷ്ട്രീയവും ഒരേ നൂലിൽ കോർത്തുകെട്ടിയ ഒരു വിചിത്രമായ ഭരണക്രമം. ലോകത്ത് മറ്റെവിടെയും കാണാത്ത വിധം സുപ്രീം ലീഡർ എന്ന പദവിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു രാജ്യം. പശ്ചിമേഷ്യയിലെ കരുത്തനായ ഇറാന്റെ ഇന്നത്തെ ഈ മാറ്റത്തിന് പിന്നിൽ 1979 നടന്ന ആ നാടകീയമായ വിപ്ലവത്തിന്റെ ചോര കിനിയുന്ന കഥയുണ്ട്. ഷായുടെ ആഡംബരങ്ങളിൽ നിന്ന് ആയത്തുള്ളമാരുടെ പൗരോഹിത്യ ഭരണത്തിലേക്ക് ഇറാൻ മാറിയത് എങ്ങനെയെന്നും ഇന്ന് അലി ഖമേനിയുടെ മരണശേഷം മകൻ മുസ്തഫ ഖമേനി അധികാരമേൽക്കുമ്പോൾ ആ പദവിക്ക് ലഭിക്കുന്ന പ്രാധാന്യം എന്താണെന്നും പരിശോധിക്കുന്ന ഒരു പ്രത്യേക റിപ്പോർട്ടാണിത്. ഏകദേശം 2500 വർഷത്തോളം രാജാക്കന്മാർ ഭരിച്ച മണ്ണാണ് പേർഷ്യ അഥവാ ഇറാൻ. 1941 മുതൽ രാജ്യം ഭരിച്ചിരുന്ന മുഹമ്മദ് റസാ ഷാ പഹ്ലവി ഇറാനെ ഒരു പാശ്ചാത്യ രാജ്യത്തെ പോലെ മാറ്റിയെടുക്കാനാണ് ശ്രമിച്ചത്. ധവള വിപ്ലവം അഥവാ വൈറ്റ് റവല്യൂഷൻ എന്ന പേരിൽ അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ ഒരു പരിധിവരെ രാജ്യത്തെ ആധുനികവൽക്കരിച്ചെങ്കിലും അത് ഭൂരിഭാഗം വരുന്ന സാധാരണക്കാരെയും മതവിശ്വാസികളെയും അകറ്റി. ആഡംബരപ്രിയനായ ഷാ സ്വയം രാജാക്കന്മാരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചു. എന്നാൽ ഈ അധികാരഗർവിനിടയിൽ ജനങ്ങളുടെ ശബ്ദം കേൾക്കാൻ അദ്ദേഹം തയ്യാറായില്ല. രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്താൻ സവാക്ക് എന്ന ക്രൂരമായ രഹസ്യ പോലീസ് സേനയെ അദ്ദേഹം ഉപയോഗിച്ചു. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പിന്തുണയോടെ ഭരണം നടത്തിയ ഷായെ ഒരു വിദേശ പാവയായാണ് ഇറാനികൾ കണ്ടിരുന്നത്. ഈ നീരസമാണ് ആയത്തുള്ള റൂഹുല്ല ഖമേനി എന്ന പുരോഹിതന് വളക്കൂറുള്ള മണ്ണൊരുക്കിയത്. ഷായുടെ നയങ്ങളെ ശക്തമായി എതിർത്ത ഖമേനിയെ 1964 രാജ്യം കടത്തി. ഇറാഖിലും പിന്നീട് ഫ്രാൻസിലും പ്രവാസിയായി കഴിഞ്ഞ അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് ഷായ്ക്കെതിരെ ജനങ്ങളെ ഇളക്കിവിട്ടു. 1970കളുടെ അവസാനത്തിൽ ഇറാനിലെ തെരുവുകൾ പ്രതിഷേധങ്ങളാൽ നിറഞ്ഞു. 1978 ഓഗസ്റ്റിൽ അബദാനിലെ സിനിമാ തിയേറ്ററിന് തീയിട്ട സംഭവത്തിൽ 400 പേർ മരിച്ചതോടെ വിപ്ലവത്തിന് വേഗത കൂടി. ഒടുവിൽ ഗത്യന്തരമില്ലാതെ 1979 ജനുവരിയിൽ ഷാ ഇറാൻ വിട്ടു. തൊട്ടുപിന്നാലെ 15 വർഷത്തെ പ്രവാസത്തിനു ശേഷം ഖമേനി തിരിച്ചെത്തിയപ്പോൾ ദശലക്ഷക്കണക്കിന് ആളുകളാണ് ടെഹ്റാനിലെ തെരുവുകളിൽ അദ്ദേഹത്തെ വരവേറ്റത്. അതോടെ രാജവാഴ്ച അവസാനിക്കുകയും ഇറാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തു. വെറുമൊരു ജനാധിപത്യ രാജ്യമായിരുന്നില്ല ഖമേനിയുടെ ലക്ഷ്യം. ഇസ്ലാമിക നിയമജ്ഞർ ഭരണം നടത്തണമെന്ന വെലായത്ത് ഇ ഫഖീർ എന്ന സിദ്ധാന്തമാണ് അദ്ദേഹം നടപ്പിലാക്കിയത്. ഇതനുസരിച്ച് രാജ്യത്തെ ഏറ്റവും ഉയർന്ന പദവി സുപ്രീം ലീഡർ അഥവാ പരമോന്നത നേതാവിന്റേതാണ്. പ്രസിഡന്റിനും പാർലമെന്റിനും മുകളിലാണ് ഈ സ്ഥാനം. സൈന്യം, നീതിന്യായ വ്യവസ്ഥ, മാധ്യമങ്ങൾ എന്നിവയുടെ എല്ലാ നിയന്ത്രണം ഈ ഒരാളിൽ കേന്ദ്രീകരിക്കുന്നു. 1979 ഭരണഘടന അനുസരിച്ച് പൗരോഹിത്യത്തിന് ഭരണത്തിൽ സമ്പൂർണ്ണ അധികാരം ലഭിച്ചു. സായുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫായ പരമോന്നത നേതാവിന് യുദ്ധം പ്രഖ്യാപിക്കാനും പ്രധാനപ്പെട്ട എല്ലാ നിയമങ്ങളും നടത്താനും നിയമനങ്ങൾ നടത്താനും അധികാരമുണ്ട്. ഈ സംവിധാനത്തെ സംരക്ഷിക്കാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC എന്ന പ്രത്യേക സൈന്യവും രൂപീകരിക്കപ്പെട്ടു. ആദ്യത്തെ സുപ്രീം ലീഡറായ ഖമേനി 1989 മരിക്കുന്നതുവരെ ആ പദവിയിൽ തുടർന്നു. തുടർന്ന് അലി ഖമേനി അധികാരമേറ്റു. 3 പതിറ്റാണ്ടിലേറെ നീണ്ട അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഇറാൻ നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ചു. ഇറാഖുമായുള്ള ദീർഘകാല യുദ്ധവും അമേരിക്കയുടെ ഉപരോധങ്ങളും ഭരണകൂടത്തെ കൂടുതൽ കർക്കശക്കാരാക്കി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിൽ അലി ഖമേനി കൊല്ലപ്പെട്ടതോടെയാണ് ഇറാൻ വീണ്ടും വാർത്തകളിൽ നിറയുന്നത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടത് ഭരണകൂടത്തിന് വലിയ ആഘാതമായി. എന്നാൽ വിപ്ലവത്തിന്റെ തുടർച്ച ഉറപ്പാക്കാൻ വിദഗ്ധ സമിതിയായ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ഉടൻ തന്നെ അലി ഖമേനിയുടെ മകൻ മുസ്തഫ ഖമേനിയെ അടുത്ത പരമോന്നത നേതാവായി തെരഞ്ഞെടുത്തു. പശ്ചിമേഷ്യയിലെ സമാധാന അന്തരീക്ഷത്തെയും ആഗോള എണ്ണ വിപണിയെയും സ്വാധീനിക്കാൻ ശേഷിയുള്ളതാണ് ഈ പുതിയ നിയമനം. പിതാവിന്റെ നിഴലിൽ വളർന്ന മുസ്തഫ ഇറാനിലെ സുരക്ഷാ വിഭാഗങ്ങളുമായും സാമ്പത്തിക ശൃംഖലകളുമായും അടുത്ത ബന്ധമുള്ളയാളാണ്. ഇറാൻ തങ്ങളുടെ കടുത്ത നിലപാടുകളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന വ്യക്തമായ സൂചനയാണ് മുസ്തഫയുടെ തെരഞ്ഞെടുപ്പിലൂടെ നൽകുന്നത്. ബാക്കി ശക്തികളുടെ ഇടപെടലിനെ ഭയക്കുന്ന ഇറാൻ നേതൃത്വം വിപ്ലവത്തിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ഇത്രയും കർക്കശമായൊരു അധികാരഘടന അനിവാര്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. ഈ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. 1979 വിപ്ലവം വെറും ഒരു ഭരണമാറ്റമായിരുന്നില്ല. അത് ഇറാന്റെ ആത്മാവിനെ തന്നെ മാറ്റിമറിച്ച ഒന്നായിരുന്നു. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രസിഡന്റ് ഉണ്ടെങ്കിലും ആത്യന്തികമായ അധികാരം ഇസ്ലാമിക നിയമജ്ഞനായ സുപ്രീം ലീഡറുടെ കൈകളിൽ സുരക്ഷിതമാണ്. ഗാർഡിയൻ കൌൺസിലും IRGCയും ചേർന്ന ഈ ഇരുമ്പുമറയ്ക്കുള്ളിലാണ് ഇറാന്റെ രാഷ്ട്രീയം തളച്ചിടപ്പെട്ടിരിക്കുന്നത്. ഖമേനിയിൽ നിന്ന് തുടങ്ങിയ ഈ യാത്ര ഇന്ന് മുജ്തബയിൽ എത്തി നിൽക്കുമ്പോൾ വിപ്ലവത്തിന്റെ ആ വേരുകൾ കൂടുതൽ ആഴത്തിൽ ഇറങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ലോകം മാറുമ്പോഴും സാങ്കേതിക വിദ്യ വളരുമ്പോഴും തങ്ങളുടെ പൗരോഹിത്യ ഭരണഘടനയിൽ ഉറച്ചു നിൽക്കുന്ന ഇറാന്റെ ഈ രീതി വിദേശ ശക്തികൾക്ക് എന്നും ഒരു വെല്ലുവിളിയാണ്.
പശ്ചിമേഷ്യയിലെ യുദ്ധഭീഷണികൾക്കിടയിൽ ഈ പുതിയ നേതൃത്വം എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലെ ഏറ്റവും വലിയ ആകാംക്ഷ. മതം കേന്ദ്രമാക്കി കെട്ടിപ്പടുത്ത ഈ അധികാര ഗോപുരം ഏതൊരു കൊടുങ്കാറ്റിലും തകരാതെ നിൽക്കാൻ രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണ്. ഷാ പോയതും ഖമേനി വന്നതും ഇന്ന് മുഷ്തബ് അധികാരമേൽക്കുന്നതും ഒരേ വിപ്ലവ വീര്യത്തിന്റെ തുടർച്ചയായി ഇറാൻ കാണുന്നു. ലോകത്തിന് ഇതൊരു അത്ഭുതമാവാം, പക്ഷേ ഇറാനികൾക്ക് ഇത് അവരുടെ വിപ്ലവത്തിന്റെ കാവലാണ്.